മോഹൻലാൽ കഴിവോ വിധിയോ ദൈവാനുഗ്രഹമോ? മലയാള സിനിമയിൽ നിരവധി മഹാനടന്മാർ വന്നിട്ടുണ്ട്. പക്ഷേ ചില ആളുകൾക്ക് മാത്രം ഒരു വിചിത്രമായ സാന്നിധ്യമുണ്ട്. അവർ സ്ക്രീനിൽ വരുമ്പോൾ അത് അഭിനയമായി തോന്നുന്നില്ല, അവർ ജീവിക്കുന്നത് പോലെ തോന്നും. അതുകൊണ്ടാണ് വർഷങ്ങൾ കഴിഞ്ഞാലും മോഹൻലാൽ എന്നൊറ്റ പേര് ആളുകളുടെ മനസ്സിൽ ഇന്നും ഇങ്ങനെ ജീവിക്കുന്നത്. പക്ഷേ ഒരു ചോദ്യം, എങ്ങനെ ഒരാൾക്ക് ഇത്രയും സ്വാഭാവികമായി കഴിവ് സിദ്ധിയും ലഭിക്കുന്നു? ഇത് പ്രയത്നം മാത്രമാണോ, അല്ലെങ്കിൽ ജനന നിമിഷത്തിൽ തന്നെ ചില പ്രത്യേക അനുഗ്രഹങ്ങൾ ലഭിച്ച ആളാണോ ശ്രീ മോഹൻലാൽ? ഇന്ന് ലാലേട്ടൻ്റെ ജന്മദിനത്തിൽ അദ്ദേഹത്തിൻ്റെ വിജയത്തിന് പിന്നിലെ ചില രഹസ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പാർട്ട് 1, ദ നാച്ചുറൽ മാജിക് ഓഫ് മോഹൻലാൽ. മോഹൻലാലിനെ കുറിച്ച് ആളുകൾക്ക് ആദ്യമായി പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം അഭിനയിക്കാറില്ല, അദ്ദേഹം ഒരു കഥാപാത്രമായി മാറുകയാണ് ചെയ്യുന്നത്. അതൊരു സാധാരണ കഴിവല്ല. ഒരുപാട് അഭിനേതാക്കൾ ഡയലോഗ് പഠിക്കുന്നു, ബോഡി ലാംഗ്വേജ് പഠിക്കുന്നു, ആക്ടിങ് ക്ലാസ്സസ് വെക്കുന്നു, എക്സ്പ്രഷൻസ് പഠിക്കുന്നു. പക്ഷേ ചിലർക്ക് മാത്രം ഒരു സിദ്ധി പോലെ അത് സ്വാഭാവികമായി വരും. മോഹൻലാലിൻ്റെ കണ്ണുകൾ വരെ സംസാരിക്കും, വിരലുകൾ വരെ അഭിനയിക്കും എന്ന് മഹാനടൻ സൂര്യ വരെ പറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ചിരി പോലും ഒരു രംഗത്തിൻ്റെ വികാരം മാറ്റുന്നു. അദ്ദേഹത്തിൻ്റെ ടൈമിംഗ്, വോയിസ്, ഇമോഷൻ എല്ലാം വളരെ അനായാസവും എഫേർട്ട്ലെസ്സുമായി തോന്നുന്നു. അതാണ് ആളുകൾ ഗോഡ് ഗിഫ്റ്റഡ് ടാലൻറ്റ് എന്ന് പറയാനുള്ള കാര്യം. പക്ഷേ ഇത്തരം കഴിവുകൾക്ക് പിന്നിൽ ചില പ്രത്യേക സ്വഭാവങ്ങളും ഉണ്ടാകും. പാർട്ട് 2, ആസ്ട്രോളജി ആംഗിൾ. ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന പലരും പറയുന്നൊരു കാര്യമുണ്ട്. ചില ആളുകൾ ജനിക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ കല, കഴിവിനും ജനപ്രീതിക്കും ആളുകളെ ഇമോഷണലി കണക്ട് ചെയ്യാനുള്ള ശക്തിക്കും സഹായിക്കുന്ന ചില യോഗങ്ങൾ ഉണ്ടാകാമെന്ന്. ശ്രീ മോഹൻലാലിൻ്റെ വ്യക്തിത്വം നോക്കുമ്പോൾ വളരെ റെയറായ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് നമുക്ക് കാണാം. മാസ് ഓഡിയൻസിനെയും ഫാമിലി ഓഡിയൻസിനെയും സീരിയസ് സിനിമാ പ്രേക്ഷകരെയും ഒരുപോലെ കണക്ട് ചെയ്യാൻ കഴിയുന്ന കഴിവ് അത് വളരെ വളരെ അപൂർവമാണ്. ജ്യോതിഷപരമായി പറയുമ്പോൾ കരിസ്മ, ക്രിയേറ്റിവിറ്റി, ലോഞ്ചവിറ്റി, പബ്ലിക് അഡ്മിറേഷൻ ഇവയുമായി ബന്ധമുള്ള ശക്തമായ ഗ്രഹസ്വാധീനങ്ങൾ ചിലർക്കുണ്ടാകുമെന്ന് പലരും വിശ്വസിക്കുന്നു. പക്ഷെ എവിടെയോ ഒരു കാര്യം വളരെ പ്രധാനമാണ്. ജാതകം മാത്രം ഒരാളെ മഹാനാക്കില്ല. അതിൻ്റെ പിറകിൽ അദ്ദേഹത്തിൻ്റെ സിദ്ധിയും പ്രയത്നവും അസാധാരണമായ അധ്വാനവുമുണ്ട്. പാർട്ട് 3, ഹാർഡ് വർക്ക് ആൻഡ് ഡിസിപ്ലിൻ. കാരണം കഴിവ് ലഭിക്കുന്നത് ഒരുതരം അനുഗ്രഹമാകാം, പക്ഷേ ആ കഴിവ് പതിറ്റാണ്ടുകളോളം നിലനിർത്തുന്നത് അത് പ്രയത്നമാണ്, അധ്വാനമാണ്. മോഹൻലാൽ 4 പതിറ്റാണ്ടുകളായി മലയാള സിനിമയുടെ മുന്നിലുണ്ട്. അത് ഭാഗ്യം മാത്രം കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസി, ലേണിംഗ്, അഡാപ്റ്റബിലിറ്റി ഇവയില്ലാതെ ഒരാൾക്ക് ഇത്രയും വർഷം ആളുകളുടെ ഹൃദയത്തിൽ തുടരാൻ കഴിയില്ല. പല ടാലൻറ്റഡായ ആളുകൾ വന്നിട്ടുണ്ട്, പക്ഷെ ലോഞ്ചവിറ്റി എല്ലാവർക്കും ലഭിക്കില്ല. അവിടെ നിന്നാണ് മോഹൻലാൽ വ്യത്യസ്തനാകുന്നത്. ഓരോ കാലത്തും അദ്ദേഹം സ്വയം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹം മാറി, പുതിയ കഥാപാത്രങ്ങൾ സ്വീകരിച്ചു, പുതിയ തലമുറയോടും കണക്ട് ചെയ്തു. അതാണ് യഥാർത്ഥ മഹത്വം. പാർട്ട് 4, സ്പിരിച്വൽ ഓർ ഇമോഷണൽ എൻഡിങ്. ഒരു പക്ഷേ ചില ആളുകൾ ജനിക്കുമ്പോൾ തന്നെ ദൈവം അവർക്കൊരു പ്രത്യേക സ്പാർക്ക് കൊടുക്കുന്നുണ്ടാകാം, ഒരു പ്രത്യേക ഓറ, ഒരു കഴിവ്. പക്ഷേ ആ അനുഗ്രഹത്തെ ജീവിതത്തിലെ മഹത്വമാക്കി മാറ്റുന്നത് അവരുടെ പരിശ്രമമാണ്, പ്രയത്നമാണ്, അധ്വാനമാണ്. അതുകൊണ്ടായിരിക്കാം മോഹൻലാൽ എന്ന പേര് ഒരു നടൻ്റെ പേര് മാത്രമല്ലാതെ ഒരു അനുഭവമായി മാറിയത്, ഒരു നാടിൻ്റെ അഭിമാനമായി മാറിയത്. എന്ന് ലാലേട്ടൻ്റെ ജന്മദിനത്തിൽ ഒരു കാര്യം മാത്രം പറയാം. അദ്ദേഹത്തിൽ നിന്നും ഞാൻ പഠിച്ച ഒരു കാര്യം, കഴിവ് ദൈവത്തിൻ്റെ സമ്മാനമാകാം, പക്ഷേ അതിനെ ചരിത്രമാക്കുന്ന മനുഷ്യൻ്റെ സമർപ്പണമാണ്. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ലാലേട്ട.